സോഷ്യൽ മീഡിയ എന്ന പുതിയ രാഷ്ട്രീയ യുദ്ധഭൂമിയിൽ ഒരു നിശബ്ദ വിപ്ലവത്തിന് കോൺഗ്രസ് ആരംഭം കുറിക്കുന്നു. ഒരു ദശാബ്ദത്തിലേറെയായി ഇന്ത്യൻ ഡിജിറ്റൽ ലോകം അടക്കി വാണിരുന്ന BJPയെ പിന്നിലാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻസ്റ്റാഗ്രാമിൽ നേടിയത് 94 ലക്ഷം ഫോളോവേഴ്സാണ്. BJP കേവലം 83 ലക്ഷവും. ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറുന്ന കാറ്റിന്റെ ദിശയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോത്തക്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 18നും 25നും ഇടയിൽ പ്രായമുള്ള ജെൻസികളിൽ 31% ഇഷ്ടപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. പുതുതലമുറയുടെ ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ കോൺഗ്രസ് മുന്നിലെത്തിയത് കേവലം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്. അതെ, രാഹുൽ ഗാന്ധിയുടെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ പ്രതിഫലമായിരുന്നു. വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് യുവാക്കൾക്ക് തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപാട് നേതാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം പരിഹാസങ്ങളും പരാജയങ്ങളെയും അതിജീവിച്ച് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തിയെഴുന്നേറ്റ ഒരു നേതാവുണ്ടോ എന്ന് സംശയമാണ്. ഇന്നലകളിലെ പപ്പു എന്ന പരിഹാസം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മൂർച്ചയേറിയ ചോദ്യമായി മാറുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പുതിയ രാഷ്ട്രീയക്കാരൻ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. ഈ ഡിജിറ്റൽ മുന്നേറ്റത്തിന്റെ സൂത്രധാരൻ ഒരാൾ മാത്രമാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളർന്നു വരുന്ന പുതിയ അതികായകൻ രാഹുൽ ഗാന്ധി. मुझे कहते हैं सही बात बोलने के लिए माफी मांगू। भाइयों और बहनों, मेरा नाम राहुल सावरकर नहीं है, मेरा नाम राहुल गांधी है। मैं सच्चाई के लिए कभी माफी नहीं मांगूंगा, मर जाऊंगा मगर माफी नहीं मांगूंगा और ना कोई कांग्रेस वाला माफी मांगेगा। ഓഗസ്റ്റ് 7 വെറും വാചകത്തിന് പകരം കൃത്യമായ കണക്കുകളും തെളിവുകളും നിരത്തി നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പൊതുലോകത്തോട് തുറന്നടിച്ചപ്പോൾ അത് വിശ്വസിക്കാൻ ഒരു പുതിയ തലമുറ തയ്യാറായി. അവർ ഒറ്റ പത്രസമ്മേളനം കോൺഗ്രസിന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ലക്ഷങ്ങളെ എത്തിച്ചുവെങ്കിൽ മറുവശത്ത് സ്വന്തം പാളയത്തിൽ നിന്ന് BJPക്ക് മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. 2014 യുവത്വമല്ല 2029 വരാനിരിക്കുന്നതെന്ന് RSS നേതാക്കളുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് ഒഴിച്ചുകൂടാനാവാത്ത സത്യമാണ്. സോഷ്യൽ മീഡിയയിലെ ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിമാറി സഞ്ചരിക്കുന്ന യുവത്വത്തിന്റെ നേർക്കാഴ്ചയാണ്. അവരെറിഞ്ഞ കല്ലുകൾക്ക് കണക്കില്ലായിരുന്നു. കുടുംബാധിപത്യം, തോൽവികൾ, പക്വതയില്ലായ്മ, അതിൽ ഏറ്റവും മൂർച്ചയേറിയതായിരുന്നു പപ്പു എന്ന പരിഹാസം. എന്നാൽ ആയുധം കൊണ്ട് തിരിച്ചടിക്കുന്നതിന് പകരം ഒരു ആലിംഗനം കൊണ്ട് അയാൾ ആ വിളിക്ക് മറുപടി നൽകി. और ये भावना आप सबके अंदर है और इस भावना को मैं आप सबके अंदर से निकालूंगा। एक एक करके मैं आपके अंदर जो प्यार है उसको निकालूंगा और आप सबको कांग्रेस में बदलूंगा। धन्यवाद, नमस्कार। അവരെറിഞ്ഞ ഓരോ കല്ലുകളും അയാൾ തന്റെ വിജയത്തിലേക്കുള്ള പടവുകളാക്കി മാറ്റി. വിമർശനങ്ങളുടെ തീച്ചോളയിൽ സ്വയം വാർത്തെടുത്ത ഈ രാഹുൽ സ്വന്തം കുറവുകളെ കരുത്താക്കി മാറ്റിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതുല്യ പ്രതിഭയായി മാറി. ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെയും തീവ്ര ഹിന്ദുത്വത്തിന്റെയും കോട്ടകൾക്ക് നേരെ രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ടത് 2 ബ്രഹ്മാസ്ത്രങ്ങളാണ്. അതിലൊന്നായിരുന്നു ജാതി സെൻസസ്. അവർ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അവൻ നീതിയുടെ കണക്കു പുസ്തകം തുറന്നു വെച്ചു. പ്രതിരോധത്തിലായിരുന്ന പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആദ്യമായി കളിയുടെ ഗതി മാറ്റാനുള്ള താക്കോൽ കിട്ടി. ഒടുവിൽ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ ആ ചോദ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അത് രാഹുലിന്റെ മാത്രം വിജയമായിരുന്നില്ല, പ്രതിപക്ഷത്തിന്റെ മൊത്തം വിജയമായിരുന്നു. രാജ്യത്തിന്റെ അജണ്ട മാറ്റിയെഴുതിയ രാഷ്ട്രീയത്തിലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അത്. രണ്ടാമതായി അദ്ദേഹം മുന്നോട്ട് വെച്ചത് വോട്ട് കവർച്ചയായിരുന്നു. ഇത്തവണ രാഹുൽ വന്നത് വെറും കയ്യോടെയല്ല, കണക്കുകളുടെ ഒരു ആയുധപ്പുരയുമായിട്ടാണ് അദ്ദേഹം വന്നത്. ഇത് ആരോപണമല്ല, തെളിവുകളാണ്. ഇനി മറുപടി പറയേണ്ടത് നിങ്ങളാണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അദ്ദേഹം വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളിക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പതറി. അവരുടെ മൗനം ജനങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു തീയാണ് കൊളുത്തിയത്. ആ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. ഇനി വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കേവലം ഒരു സംസ്ഥാന പോരാട്ടമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുദ്ധം തന്നെയാണ്. 400 സീറ്റിന്റെ അഹങ്കാര സ്വപ്നം കണ്ടിറങ്ങിയ BJP ഒടുവിൽ 240 ഒതുങ്ങേണ്ടി വന്നു. ഇന്ന് അവർ കസേര പിടിച്ചു നിർത്തുന്നത് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും തുണയോടെയാണ്. വിലപേശലിന്റെ മാസ്റ്റർമാരായ ഈ സഖ്യകക്ഷികൾ BJPയുടെ തീവ്ര ഹിന്ദുത്വ പതാകയ്ക്ക് കീഴിൽ മുഴുവൻ വഴങ്ങാൻ ഒരിക്കലും തയ്യാറാവാനിടയില്ല. അങ്ങനെ ബീഹാറിൽ ഇന്ത്യ മുന്നേറിയാൽ നിതീഷ് കുമാർ ഏതു പക്ഷത്തേക്ക് ചാടും എന്നത് ചരിത്രം തന്നെ പറയുന്നു. ആ വഴിത്തിരിവിൽ രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി, തേജസ്വിനി യാദവിന്റെ ജനസ്വാധീനം, RJDയുടെ ഇടതുപക്ഷത്തിന്റെയും ശക്തമായ അടിത്തറ, ഇവയെല്ലാം കൂടി ഇന്ത്യ സഖ്യത്തെ അടുത്ത നിലയിലേക്ക് എത്തിക്കും.
ഭാരത് ജോഡോ യാത്ര നടത്തിയ ആ മനുഷ്യൻ ഇന്ന് രാജ്യത്തിന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ വ്യക്തിയാണ്. സാധാരണക്കാരോടൊപ്പം നടക്കുകയും അവരോട് സമയം ചെലവിടുകയും കണക്കുകളാലും വസ്തുതകളാലും സംസാരിക്കുകയും ചെയ്യുന്ന അനുഭവ സമ്പത്തും പക്വതയുമുള്ള ഒരു പുതിയ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് ഇന്ത്യ കണ്ടുവരുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ അക്കങ്ങളിൽ തെളിഞ്ഞ ഈ മാറ്റം ഇന്ന് ബീഹാറിലെ തെരുവുകളിൽ നേരിട്ട് കാണാം. രാഹുലിനൊപ്പം പുതിയ ഇന്ത്യ നടന്നു തുടങ്ങുന്നു എന്ന ഭയം ഭരണപക്ഷത്തെ പിടികൂടുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഈ യാത്ര അവസാനിക്കുമ്പോൾ BJP-യെ അത് കുറച്ചൊന്നുമല്ല അങ്കലാപ്പിലാക്കുക.